നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തൃശൂർ കോർപ്പറേഷനെ ഭൂരിപക്ഷമില്ലാതെ 5 വർഷം ഭരിച്ച മേയർ MK വർഗീസ് ചരിത്രം സൃഷ്ടിച്ച് പടിയിറങ്ങി. 10 വർഷത്തിനുശേഷം പുത്തൂർ പഞ്ചായത്ത് ഭരണം തിരികെ പിടിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. എരവിമംഗലം LP സ്കൂൾ ക്രിസ്മസ് ആഘോഷങ്ങൾ നിയുക്ത പഞ്ചായത്ത് അംഗം ഉഷ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിലെ സ്പീഡ് ട്രാക്കിൽ ഇറക്കിയിട്ട ഗർഡറുകൾ 1 കൊല്ലമായി അപകടങ്ങൾ സൃഷ്ടിക്കുന്നു. പാലീക്കര ടോൾ പ്ലാസയിലെ പാർക്കിംഗും അനധികൃത മലമൂത്ര വിസർജനവും ദുർഗന്ധം സൃഷ്ടിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ കോർപ്പറേഷൻ കഴിഞ്ഞ 5 വർഷക്കാലം ഭൂരിപക്ഷമില്ലാതെ ഭരിച്ച മേയറായി ചരിത്രം സൃഷ്ടിച്ച് MK വർഗീസ് തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടെ പടിയിറങ്ങി. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി പ്രവർത്തനം ആരംഭിച്ച് കോൺഗ്രസ് മറ്റൊരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയപ്പോൾ MK വർഗീസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഫുട്ബോൾ ചിഹ്നത്തിൽ ഉറച്ചുനിന്നു. കടുത്ത മത്സരത്തിൽ വിജയിച്ച് ചരിത്രം സൃഷ്ടിച്ചു. LDF UDF സീറ്റിൽ ഒപ്പത്തിനൊപ്പം വന്നതോടെ സ്വതന്ത്രനായ വർഗീസ് കോർപ്പറേഷൻ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന കൌൺസിലറായി മേയർ സ്ഥാനം വച്ചു നീട്ടിയ LDFനൊപ്പം ചേർന്ന് കഴിഞ്ഞ 5 വർഷക്കാലം ഭൂരിപക്ഷമില്ലാത്ത തൃശൂർ കോർപ്പറേഷനെ നയിച്ചു. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി തൃശൂരിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയ വർഗീസിനെ ഓർക്കാൻ ശക്തൻ നഗറിലെ ആകാശപാത അധികമാണ്. വെള്ളം, വെളിച്ചം, മാലിന്യ നിർമ്മാർജ്ജനം, BMBC നിലവാരത്തിൽ റോഡുകൾ എന്നിവ വഴി 1500 കോടിയിലധികം രൂപയുടെ വികസനം കോർപ്പറേഷൻ വഴി നടപ്പിലാക്കി. അടിസ്ഥാനമില്ലാത്ത കോലാഹലങ്ങൾ വഴി MK വർഗീസ് വാർത്തകളിൽ ഇടം പിടിച്ചു. സുരേഷ് ഗോപിയെ പുകഴ്ത്തി എന്ന പേരിൽ ഭരണകക്ഷിയിലെ CPI മേയർ വർഗീസിനെതിരെ വാളെടുത്തു. കോർപ്പറേഷനിലെ മേയർ എന്ന നിലയിലുള്ള അവസാന നിമിഷം അദ്ദേഹം തന്നെ വിമർശിക്കുകയും വഴികാട്ടുകയും ചെയ്ത മാധ്യമപ്രവർത്തകരെയും സഹപ്രവർത്തകരെയും വിളിച്ച് നന്ദി അറിയിച്ചു. നിരവധി അഭിമുഖങ്ങൾക്കിടയിലും ഇനിയും പൊതുരംഗത്തുണ്ടാകുമെന്നും പാർട്ടികളുടെ പിന്തുണ അതിന് വേണമെന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. MG റോഡ് വികസിപ്പിക്കണം എന്ന തന്റെ ഏറ്റവും വലിയ ആഗ്രഹം നടപ്പിലാക്കാൻ ഒപ്പമുണ്ടായിരുന്നവർ അനുവദിച്ചില്ല എന്നും ജനം കൂടെ ഉണ്ടായിട്ടും പാർട്ടി പല നല്ല കാര്യങ്ങളും നടത്താൻ കൂടെ ഉണ്ടായില്ല എന്നും MK വർഗീസ് ഓർക്കുന്നു. LDF തോൽക്കാൻ കാരണം സർക്കാർ നടത്തിയ വികസനമല്ല, സർക്കാരിന്റെ പ്രവർത്തനങ്ങളാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒരു മുൻ സൈനികന്റെ ഗാംഭീര്യത്തോടെ എല്ലാ പ്രശ്നങ്ങളും ചങ്കൂറ്റത്തോടെ നേരിട്ട് ഇടറിയ ശബ്ദത്തോടെയാണ് വിടവാങ്ങൽ പ്രസംഗം അവസാനിപ്പിച്ചത്. BJPയിലേക്ക് പോകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ഭാവി കാര്യങ്ങൾ പിന്നെ പറയാമെന്ന് അദ്ദേഹം പറഞ്ഞു. കോർപ്പറേഷൻ മുറ്റത്ത് ഗാന്ധി പ്രതിമയിൽ മാലയിട്ട് കൈകൂപ്പി നിന്നവരോട് നന്ദി പറഞ്ഞ് കൊടിവെച്ച കാർ ഒഴിവാക്കി ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ തൃശൂരിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചായിരുന്നു ആ മടക്കം. തൃശൂരിന്റെ ചരിത്രം എന്നും MK വർഗീസ് എന്ന മുൻ സൈനികനെ നന്ദിയോടെ സ്മരിക്കുന്നതായിരിക്കും. CTV ന്യൂസ്, മണ്ണുത്തി. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ 4 സ്റ്റേഡിയങ്ങൾ ഫെബ്രുവരിയിൽ ഉദ്ഘാടനമെന്ന് മന്ത്രി K രാജൻ. കായിക വകുപ്പ് മുഖാന്തരം നടക്കുന്ന പ്രവർത്തികളുടെ പുരോഗതി വിലയിരുത്തി നിർമ്മാണം പൂർത്തിയാക്കി 4 സ്റ്റേഡിയങ്ങൾ ഫെബ്രുവരി ആദ്യവാരം ഉദ്ഘാടനം ചെയ്യാൻ റവന്യൂ മന്ത്രി K രാജൻ, കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ യോഗം തീരുമാനിച്ചു. പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയം, പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയം, വൈലോപ്പള്ളി ശ്രീധരമേനോൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം എന്നിവയാണ് ഫെബ്രുവരി ആദ്യവാരം നാടിന് സമർപ്പിക്കുക. 3 കോടി രൂപ ചിലവിടുന്ന പട്ടിക്കാട് സ്കൂൾ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം 80% പൂർത്തീകരിച്ചു കഴിഞ്ഞു. ജനുവരിയിൽ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് മന്ത്രിമാർ കരാറുകാരനെ നിർദ്ദേശിച്ചു. 2 കോടി ചെലവിടുന്ന പുത്തൂർ സ്കൂൾ സ്റ്റേഡിയം നിർമ്മാണം 80% പൂർത്തീകരിച്ചു. ജനുവരിയിൽ പൂർണ്ണമാകും. പീച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയം നിർമ്മാണം 60% പൂർത്തിയായി. 3 കോടി രൂപ ചെലവിട്ടാണ് പുരോഗമനം. മൂർക്കനിക്കര ഗവൺമെന്റ് UP സ്കൂൾ മൈതാനത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായ ഡ്രെയിനേജ് പ്രവർത്തികൾ പുരോഗമിക്കുന്നു. 2 പദ്ധതികളും ജനുവരി മാസത്തിൽ പൂർത്തീകരിക്കാനുള്ള വേഗത ഉണ്ടാകണമെന്ന് മന്ത്രിമാർ നിർദ്ദേശിച്ചു. കായിക വകുപ്പ് അഡീഷണൽ ഡയറക്ടർ, കായിക വകുപ്പ് എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ, കരാറുകാരുടെ പ്രതിനിധികൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഒല്ലൂർ മണ്ഡലത്തിലെ റോഡ് നിർമ്മാണം റവന്യൂ മന്ത്രി അവലോകന യോഗം നടത്തി. ശ്രീധരിപ്പാലവും റോഡും ഈ മാസം ഉദ്ഘാടനം ചെയ്യും. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ കിഫ്ബി മുഖാന്തരം KRFB നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തികളുടെ അവലോകനത്തിനായി സ്ഥലം MLA ആയ റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. നിർമ്മാണം പൂർത്തിയായ നടത്തറ പഞ്ചായത്തിലെ ശ്രീധരിപ്പാലം, അപ്രോച്ച് റോഡ്, പീച്ചി വാഴാനി ടൂറിസം കോറിഡോറിന്റെ ഭാഗമായ
കരുമത്ര പൊങ്ങണംകാട് റോഡ് എന്നിവയുടെ ഉദ്ഘാടനം ജനുവരി ആദ്യവാരത്തിൽ നടത്തും. പൊങ്ങണംകാട് മുടിക്കോട് റോഡിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായ വാട്ടർ അതോറിറ്റി ഇലക്ട്രിസിറ്റി യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് അവസാന ഘട്ടത്തിലാണ്. ഈ മാസം 22 മുതൽ നിർമ്മാണത്തിന് തുടക്കമാകും. സുഗമമായി നിർമ്മാണം നടക്കുന്നതിന്റെ ഭാഗമായുള്ള ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ തീരുമാനങ്ങൾക്ക് പോലീസ് തദ്ദേശ സ്ഥാപനങ്ങളുമായി അടിയന്തര യോഗം ചേരും. നടത്തറ മൂർക്കനിക്കര കണ്ണാറ റോഡിന്റെ നിർമ്മാണം ഈ മാസം ആരംഭിക്കണമെന്ന് മന്ത്രി ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കും നിർദ്ദേശം നൽകി. കുടിവെള്ള വിതരണ ലൈനുകൾ മാറ്റി സ്ഥാപിക്കുന്ന നടപടികൾ, റോഡ് നിർമ്മാണത്തിന്റെ അനുബന്ധ പ്രവർത്തികളെല്ലാം ഈ മാസം 26-ന് തുടങ്ങും. നടത്തറ റോഡിലെ കൾവെട്ടിന്റെ നിർമ്മാണം ഈ ആഴ്ച ആരംഭിക്കും. പുത്തൂർ റോഡിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗിനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും നിർദ്ദേശം നൽകി. മുഴുവൻ പ്രവർത്തികളും ജനുവരി-ഫെബ്രുവരി മാസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കാൻ മന്ത്രി കെ രാജൻ നിർദ്ദേശം നൽകി. KRFB പ്രോജക്ട് ഡയറക്ടർ അശോക് കുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത്, കിഫ്ബി ഡെപ്യൂട്ടി ജനറൽ മാനേജർ രാജീവൻ, വൈദ്യുതി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ, കരാർ കമ്പനി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. 10 വർഷത്തിനു ശേഷം പുത്തൂർ പഞ്ചായത്ത് ഭരണം തിരികെ പിടിച്ച കോൺഗ്രസ് പ്രവർത്തകർ പുത്തൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പുത്തൂർ പഞ്ചായത്തിലെ ഇടതുഭരണത്തിന് അന്ത്യം കുറിച്ച് പുത്തൂരിലെ വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പുത്തൂർ കുരിശുമൂലയിൽ നിന്നും മണ്ഡലം പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം പുത്തൂർ സെന്ററിൽ സമാപിച്ചു. KPCC സെക്രട്ടറി ഷാജി ജെ കോടങ്കണ്ടത്ത്, UDF ഒല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ ജോണി ചെറിയത്ത്, ഇലക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ O ശോഭചന്ദ്രൻ, ഡേവിസ് കൂനൻ, റെജി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. പുത്തൂർ ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട EA ഓമന, ആളൂർ ഡിവിഷനിൽ നിന്ന് വിജയിച്ച കാവ്യ രഞ്ജിത്ത്, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രിൻസി അക്കരപ്പുറം, ബിന്ദു കാട്ടുങ്ങൽ, ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നിവർ ആഹ്ലാദ പ്രകടനങ്ങളിൽ പങ്കാളികളായി. നമ്മുടെ പ്രിയപ്പെട്ട ബിന്ദു സേതുമാധവൻ എന്ന നമ്മുടെ ബിന്ദു ചേച്ചി പൊന്നാപുരം കോട്ടയാണ്. ഇവിടെ വിത്തുറക്കി കളിക്കല്ലേ വണ്ടി വിട്ട സഖാവേ, ഇനി ഞങ്ങൾ വാഴും ഈ മണ്ണില് കണ്ടിരുന്നോളെ കണ്ണും വിളിച്ച് വോട്ടിന് മുന്നേ എന്തെല്ലാം പുലമ്പിയതാണ് സഖാവേ നിങ്ങൾ. ഈ ദിവസത്തിനാണ് ഞങ്ങൾ കാത്തിരുന്നത്. വർത്തമാനകാലം കാതോർത്ത് ഈ സുന്ദരമായ ദിവസത്തിനാണ് ഞങ്ങൾ കാത്തിരുന്നത്. പ്രചരണങ്ങളെ കാലത്തിന്റെ ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടുകളിലേക്ക് വലിച്ചെറിഞ്ഞ് ഇടതിന്റെ ശവപ്പെട്ടിയിൽ അവസാന താണിയും അടിച്ചിറക്കിയ നല്ലവരായ കഴിഞ്ഞ 10 വർഷക്കാലം മുമ്പ് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ട് കൊള്ളയടിച്ച മാർക്സിസ്റ്റ് പാർട്ടിയെ പുത്തൂരിന്റെ 6 മണ്ണിൽ പിടിച്ചുകൂടിയ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ടുകൾ നൽകി വിജയിപ്പിച്ച നല്ലവരായ വോട്ടർമാരെ നിങ്ങൾക്കാണ് ആശംസകൾ. സഖാവേ, നിന്നോട് പറഞ്ഞതല്ലേ നായികൾക്ക് 40 വട്ടം. സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്മസ് വിരുന്നിൽ മുഖ്യ അതിഥിയായി നടി ഭാവന. മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്ന വിരുന്നിലാണ് ഭാവന പങ്കെടുത്തത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലായിരുന്നു വിരുന്ന്. ഭാവനയ്ക്കൊപ്പമുള്ള ചിത്രം മന്ത്രി വി ശിവൻകുട്ടി പങ്കുവച്ചു. മുഖ്യമന്ത്രിയും ചിത്രത്തിലുണ്ട്. സർക്കാരിന്റെ ക്രിസ്മസ് വിരുന്നിൽ മുഖ്യമന്ത്രിക്കൊപ്പം മലയാളത്തിന്റെ അഭിമാന താരം ഭാവനയ്ക്കുമൊപ്പം എന്നാണ് ചിത്രം പങ്കുവച്ച് ശിവൻകുട്ടി കുറിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ, കർദിനാൾമാർ ബസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവ, സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി എന്നിവരും മന്ത്രിമാരും വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നു. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പങ്കെടുക്കില്ല. അദ്ദേഹം ഗോവയിലാണ്. നേരത്തെ 26ാമത് രാജ്യാന്തര ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്തത് ഭാവനയായിരുന്നു. എരവിമംഗലം ഗവൺമെന്റ് LP സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷം നിയുക്ത വാർഡ് മെമ്പർ ഉഷ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്കൂൾ പ്രധാനാധ്യാപിക പ്രസന്നകുമാരി, PTA പ്രസിഡന്റ് KR രമേശ്, വാർഡ് മെമ്പർ ഉഷ ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു.
കുട്ടികളുടെ കരോൾ ഗാനം, റാലി, ഡാൻസ് തുടങ്ങി വിവിധ കലാപരിപാടികളും മധുര വിതരണവും കുട്ടികൾക്കുള്ള സമ്മാനം കൈമാറലും ഉണ്ടായിരുന്നു. അധ്യാപകർ, PTA, MPTA അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുകയാണ്. ഒപ്പം തന്നെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും അതുപോലെ തന്നെ സാഹോദര്യത്തിൻ്റെയും നാളുകളാണ് ഇനി ഈ വരുന്ന ഡിസംബർ 25 ക്രിസ്മസ് ദിനാഘോഷത്തോടുകൂടി നമ്മൾ കൊണ്ടാടുന്നത്. അപ്പോൾ 2 വരി നിങ്ങളോട് എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ 2 വരി നിങ്ങളോട് ക്രിസ്മസിനെ കുറിച്ച് പറയുകയാണ്. ഒപ്പം തന്നെ 2 വരി പാട്ടും കൂടി പാടുകയാണ്. ഭൂമിയിലീശ്വര പുത്രൻ ജനിച്ചപ്പോൾ പൂത്തിരി കത്തിച്ചില്ലാരുമാരും പൂവൽമൈ ഓടുവാൻ ശീതമകറ്റുവാൻ പൂഞ്ചേല നൽകിയില്ലാരുമാരും പുൽക്കൂട്ടിൽ വാഴുന്ന പൊന്നുണ്ണി നിൻ തൃപ്പാദം കുമ്പിട്ടു നിൽക്കുന്നു ഞാൻ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് നവവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നെഞ്ചുരോഗ ആശുപത്രി HDS ജീവനക്കാർക്ക് പരിഷ്കരണം നടപ്പിലാക്കണം എന്ന് KN നാരായണൻ. 3 വർഷത്തോളമായി ശമ്പളത്തിൽ വർധനവില്ല. അതുകൊണ്ട് എത്രയും വേഗം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണം. ജീവനക്കാർക്ക് കാഷ്വൽ ലീവും കോമ്പൻസേഷൻ ലീവും വർദ്ധിപ്പിക്കണം. തുടർച്ചയായി 3 ദിവസം നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന ജീവനക്കാർക്ക് വീക്ക്ലി ഓഫിനെ ബാധിക്കാത്ത രീതിയിൽ നൈറ്റ് ഓഫ് അനുവദിക്കണം. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ HDS എംപ്ലോയീസ് കോൺഗ്രസ് INTUC നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു യൂണിയൻ പ്രസിഡന്റും INTUC തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമായ KN നാരായണൻ. യൂണിയൻ വൈസ് പ്രസിഡന്റ് D ഉണ്ണിക്കുട്ടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ
ജനറൽ സെക്രട്ടറി CD വത്സ, K രോഹിണി, സ്വപ്ന VC, നീന ജോസ്, KG ജിനീഷ്, K രജിത, ഷീജ എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗ ആശുപത്രിയിലെ HDS ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരണം നടത്തിയിട്ട് 3 വർഷം കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ജീവിത ഭാരം കൂടി, ജീവിത ചെലവ് കൂടി, അതോടൊപ്പം തന്നെ ജീവനക്കാർക്കുള്ള ശമ്പളവർദ്ധന നടപ്പിലാക്കിയിട്ടില്ല. ആ ശമ്പളവർദ്ധന നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അപ്പോൾ ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് അടുത്ത HDS യോഗത്തിന് നമ്മൾ ജീവനക്കാരുടെ ശമ്പളവർദ്ധനവ് ന്യായമായ തോതിൽ ജീവിക്കാവുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന രീതിയിൽ വർദ്ധിപ്പിക്കണം എന്നാണ് നമ്മുടെ ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാന തീരുമാനം. ആ തീരുമാനമാണ് നമ്മളിന്ന് പ്രധാനമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ജീവനക്കാർക്ക് ലഭിക്കേണ്ട കുറേ ഓഫുകളുണ്ട്. സാധാരണ ജോലി എടുക്കുമ്പോൾ ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുന്ന, അനുഭവിക്കേണ്ടി വരുന്ന, ലഭിക്കേണ്ട ഓഫുകൾ, ലീവുകൾ തുടങ്ങിയവയൊക്കെ വളരെ ചെറിയ മിനിമം തോതിലാണ് നടന്നു വരുന്നത്. അതിനാവശ്യമായ അവധികൾ, ഓഫുകൾ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ജീവനക്കാർക്ക് ESI, EPF തുടങ്ങിയ ആനുകൂല്യങ്ങൾ നടപ്പിലാക്കണം. ആ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതറ്റം വരെയുള്ള പ്രവർത്തനങ്ങൾക്കും നമ്മുടെ സംഘടന മുന്നോട്ട് പോകും. അത് നേടിയെടുക്കുന്ന വരെയുള്ള കാര്യങ്ങൾക്ക് ശക്തമായി മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത്. ദേശീയപാത സ്പീഡ് ട്രാക്കിൽ ഗർഡറുകൾ, അപകടങ്ങൾ പതിവാകുന്നു. ഗർഡറുകൾ റോഡിൽ ഇറക്കിയിട്ട് 1 വർഷം പിന്നിട്ടു. വാണിയമ്പാറ മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത വാണിയമ്പാറയിൽ സ്പീഡ് ട്രാക്കിൽ ഗർഡറുകൾ ഇറക്കിവെച്ചതിനെ തുടർന്ന് അപകടങ്ങൾ പതിവാകുന്നു. വാണിയമ്പാറ സെന്റർ മുതൽ നീലിപ്പാറ വരെ 2 കിലോമീറ്റർ ദൂരത്തിൽ തൃശൂരിൽ നിന്നും പാലക്കാട്ടേക്കുള്ള പാതയിലാണ് സ്പീഡ് ട്രാക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതി. നിർമ്മാണ സാമഗ്രികൾ റോഡിൽ ഇറക്കി വച്ചിരിക്കുന്നത് സൂചിപ്പിക്കുന്ന സൂചനാ ബോർഡുകൾ ഒന്നും തന്നെയില്ല. മേഖലയിൽ 100 കിലോമീറ്ററാണ് വേഗപരിധി. 6 വരിപ്പാതയിൽ വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ പെട്ടെന്ന് 2 വരിയിലേക്ക് ചുരുങ്ങേണ്ടി വരുന്ന സമയത്ത് അപകടങ്ങൾ ഉണ്ടാകുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിർമ്മാണം നടത്തരുതെന്ന് മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവുണ്ട്. ഈ ഉത്തരവ് പാലിക്കാതെയാണ് കരാർ കമ്പനിയുടെ നടപടി. അടിപ്പാതയുടെ ഇരുഭാഗത്തുമായി നിർമ്മിക്കുന്ന പാർശ്വഭിത്തികളിൽ സ്ഥാപിക്കാനാണ് ഗർഡറുകൾ. നിലവിൽ 3 മാസത്തിലധികമായി അടിപ്പാതയുടെ നിർമ്മാണം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. നിലവിലെ നിർമ്മാണ സാഹചര്യം കണക്കിലെടുത്താൽ 6 മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ മാത്രമേ റോഡിൽ ഇറക്കി വച്ചിരിക്കുന്ന ഗർഡറുകൾ ഉപയോഗിക്കാൻ സാധിക്കൂ. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ.
കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. 1971 ഡിസംബർ 16-ന് 1 ലക്ഷത്തോളം വരുന്ന പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ സേനാംഗങ്ങൾക്ക് മുൻപിൽ ആയുധങ്ങളോടുകൂടി കീഴടങ്ങിയതിന്റെ ഓർമ്മയ്ക്കായി രാജ്യം മുഴുവൻ ഡിസംബർ 16 വിജയ ദിവസമായി ആചരിച്ചു. ഗുരുവായൂരിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ പ്രത്യേകം തയ്യാറാക്കിയ അമർ ജവാൻ സ്തൂപത്തിന് മുന്നിൽ തൃശൂരിലെ NCC കേഡറ്റുകൾ വീരമൃത്യു വരിച്ച ദേശാഭിമാനികളായ സൈനികർക്ക് പുഷ്പാർച്ചന നടത്തി. 24 കേരള ബറ്റാലിയൻ, 7 കേരള കേൾസ് ബറ്റാലിയൻ, 23 കേരള ബറ്റാലിയൻ NCCയിലെ വിവിധ കോളേജുകളിലെ കേഡറ്റുകൾ പരിപാടിയിൽ പങ്കെടുത്തു. മേജർ P. ജസ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. 7 കേരള ഗേൾസ് ബറ്റാലിയൻ ഓഫീസർ ലഫ്റ്റനന്റ് മിനി TJ അധ്യക്ഷത വഹിച്ചു. സീനിയർ കേഡറ്റുകളായ ശ്രീശേഖർ C, ലക്ഷ്മിപ്രിയ, ഗൗരി PS, ജഗന്നാഥ് KS, നിരഞ്ജന VT, അഭിജിത്ത് എന്നിവർ നേതൃത്വം നൽകി. സൈനികൻ രഞ്ജിത്ത് വിജയദിന സന്ദേശം നൽകി. ഗുരുവായൂരിലെ അമർ ജവാൻ സ്തൂപത്തിന് മുൻപിൽ വിജയദിനത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ വിവിധ കോളേജുകളിലെ NCC കേഡറ്റുകൾ മേജർ P. ജസ്റ്റൈജുവിന്റെ നേതൃത്വത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് അഭിവാദ്യമർപ്പിച്ചു. പ്രശസ്ത എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ സാറ ടീച്ചർ OIOP തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഹാഷിമിന് 2026 കലണ്ടർ നൽകി ജില്ലാതല ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. മുരളീധരൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശിധരൻ, രാധാകൃഷ്ണൻ, ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ സെക്രട്ടറി വിൽസൺ P. ജോൺ സ്വാഗതം ആശംസിച്ചു. ട്രഷറർ അലക്സ് ജോസഫ് നന്ദി അറിയിച്ചു. അനുരഞ്ജനത്തിന്റെയും ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധമായ ഫലങ്ങൾ സമൂഹത്തിന് നൽകാൻ ക്രിസ്തീയ സഭകൾക്കാകണമെന്ന് പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ നിക്യ സൂനഹദോസിന്റെ വാർഷികാചരണത്തിൽ സമാപന സന്ദേശമായി വന്നു. കാൽഡിയൻ സെന്ററിൽ വെച്ച് സെമിനാറോടെ ആരംഭിച്ച് നിക്യ സൂനഹദോസ് ക്രിസ്തീയ സഭകൾക്ക് നൽകിയ ദൈവശാസ്ത്രവും ബൈബിൾ പരവും എക്യുമെനിക്കൽ പരവുമായ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച് സിസ്റ്റർ ഡോക്ടർ OU ജിൻസി എന്നിവർ സംസാരിച്ചു. ഡോക്ടർ A. ജോൺ ഫിലിപ്പ്, ഡോക്ടർ ഫ്രാൻസിസ് പിട്ടാപ്പള്ളിൽ, ഡോക്ടർ ജസ്റ്റിൻ നീലങ്കാവിൽ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. വിനോദ് തിമത്തി കശീഷ നേതൃത്വം നൽകി. പൊതുസമ്മേളനത്തിൽ അഭിവന്യ മറൌഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത അധ്യക്ഷനായി. വിവിധ സഭകളിലെ മെത്രാപ്പോലിത്തമാരായ ഗീവർഗീസ് മോർ യൂലിയോസ് ഓർത്തഡോക്സ് സഭ, മാർ ബോസ്കോ പുത്തൂർ സീറോ മലബാർ സഭ, മാത്യൂസ് മോർ അപ്രേം യാക്കോബായ സഭ എന്നിവർ ചേർന്ന് ഐക്യത്തിന്റെ അടയാളമായി തിരികൊളുത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സന്ദേശം നൽകുകയാണ് ഉണ്ടായത്. പാലിക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം ദേശീയപാതയോരം വൃത്തിഹീനം, ടോയ്ലറ്റ് ദുർഗന്ധം നിറഞ്ഞു. അനധികൃത വാഹന പാർക്കിംഗിന് നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത്. പാലിക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തുന്ന യാത്രക്കാർ, തൊട്ടടുത്ത് കോഫി ഷോപ്പും തൊട്ടരികിൽ പണം കൊടുത്ത് ഉപയോഗിക്കാവുന്ന ടോയ്ലറ്റും ഉണ്ടെങ്കിലും ദേശീയപാതയോരത്ത് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിലെ യാത്രക്കാർ ഇത് ഉപയോഗിക്കുന്നത് വിരളമാണ്. കൂടുതൽ പേരും പാതയോരത്ത് തുറസായ സ്ഥലത്ത് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നു. ഇതോടെ പരിസരം ദുർഗന്ധത്താൽ നിറഞ്ഞു. ശബരിമല സീസൺ കൂടിയായതോടെ കടന്നുപോകുന്ന വാഹന യാത്രക്കാരുടെ എണ്ണം ഇരട്ടിയാണ്. മൂക്കുപൊത്താതെ ഇതുവഴി കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥ. വാഹന പരിശോധനയ്ക്കെത്തിയ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ദുർഗന്ധം സഹിക്കാതെ നടപടിയുമായി രംഗത്തെത്തി. കോഫി ഷോപ്പ്, ടോയ്ലറ്റ് കോംപ്ലക്സ് കരാറുകാരെ ടോൾ പ്ലാസ അധികൃതരെ വിളിച്ചു വരുത്തി താക്കീത് നൽകി. എത്രയും വേഗം പരിസരം ശുചീകരിക്കാൻ നിർദ്ദേശം നൽകി. അനധികൃതമായി നിർത്തിയിടുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപേ പ്രവർത്തനം തുടങ്ങി 10ാം വാർഡ് നിയുക്ത മെമ്പർ കൃഷ്ണേന്ദു പ്രശാന്ത്. കല്ലിടുക്ക് മുതൽ പീച്ചി ഡാം വരെ റോഡിന്റെ പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടൽ പൂർത്തിയാക്കാൻ റീസ്റ്റോറേഷൻ വർക്ക് വേഗത്തിൽ പൂർത്തിയാക്കാനും ആവശ്യപ്പെട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും അപേക്ഷ നൽകി. സേവാഭാരതി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS പീതാംബരൻ, ബൂത്ത് പ്രസിഡന്റ് ബിജു കൊല്ലമറ്റം,
NDA ഭാരവാഹികളായ കമ്പിളി വിജയൻ, രാജഗോപാൽ സി മേനോൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പണികൾ പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. ഒരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. മൂർക്കരക്കര സജി ഫാബ്രിക്സിൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വാർഷിക ക്ലിയറൻസ് സെയിൽ. ഡിസംബർ 1 മുതൽ 25 വരെ മനം നിറയുന്ന വസ്ത്രങ്ങൾ കൈ നിറയെ വാങ്ങാനുള്ള അവസരം. യഥാർത്ഥ ഡിസ്കൗണ്ട് സെയിലിന്റെ വിശ്വാസം നേരിട്ടറിയൂ. ടോപ്പ്, കുർത്തീസ്, ഷർട്ട്, കിഡ്സ് വെയർ എന്നിവയുടെ ക്ലിയറൻസ് സെയിൽ. സാരി, റണ്ണിംഗ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ്, സ്പോർട്സ് വെയർ തുടങ്ങി ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ. സജി ഫാബ്രിക്സ്, മൂർക്കരക്കര. ഫോൺ 7306743585. വാർത്തകൾ തുടരുന്നു. സ്വർണ്ണവില കൂടി. ഇന്നലെ കുറഞ്ഞ സ്വർണ്ണവില ഇന്ന് തിരിച്ചു കയറി. ഗ്രാമിന് 60 രൂപയും പവന് 480 രൂപയും കൂടി. 1 ഗ്രാം സ്വർണത്തിന് 12,330 രൂപയും പവന് 98,640 രൂപയുമായി. വെള്ളി വില ഗ്രാമിന് 208 രൂപയായി തുടരുന്നു. തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനവുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണങ്ങളിൽ വിവിധ കേസുകളിലായി 15 പേർ അറസ്റ്റിലായി. വടക്കേക്കാട് പോലീസ് ഇൻസ്പെക്ടർ MK രമേശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസിൽ ഉൾപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്തത്. 15ഓളം പേരെ അറസ്റ്റ് ചെയ്തു. കിഴക്കേ ചെറായിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിലേക്ക് മാരകായുധങ്ങളുമായി ഇടിച്ചുകയറി വധശ്രമം നടത്തിയ കേസിലാണ് കുറ്റിക്കാട്ടിൽ വീട്ടിൽ രഞ്ജിത്ത്, പഷ്ണത്ത് വീട്ടിൽ സൂരജ്, കൊളത്തേരി വീട്ടിൽ ധനേഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആഹ്ലാദ പ്രകടനത്തിലുള്ളവർ കിഴക്കേ ചെറായി സ്വദേശിയുടെ പറമ്പിലേക്ക് അതിക്രമിച്ചു കയറി ചോദ്യം ചെയ്തയാളെ വധിക്കാൻ ശ്രമിച്ച് തടയാനെത്തിയ സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കുകയും ചെയ്ത കേസിലും പ്രതികളെ അറസ്റ്റ് ചെയ്തു. വടക്കേക്കാട് പോലീസാണ് അറസ്റ്റ് നടപടികൾ നിയന്ത്രിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ കോർപ്പറേഷനെ ഭൂരിപക്ഷമില്ലാതെ 5 വർഷം ഭരിച്ച മേയർ MK വർഗീസ് ചരിത്രം സൃഷ്ടിച്ച് പടിയിറങ്ങി. 10 വർഷത്തിനുശേഷം പുത്തൂർ പഞ്ചായത്ത് ഭരണം തിരികെ പിടിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. എരവിമംഗലം LP സ്കൂൾ ക്രിസ്മസ് ആഘോഷങ്ങൾ നിയുക്ത പഞ്ചായത്ത് അംഗം ഉഷ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിലെ സ്പീഡ് ട്രാക്കിൽ ഇറക്കിയിട്ട ഗർഡറുകൾ 1 കൊല്ലമായി അപകടങ്ങൾ സൃഷ്ടിക്കുന്നു. പാലീക്കര ടോൾ പ്ലാസയിലെ പാർക്കിംഗും അനധികൃത മലമൂത്ര വിസർജനവും ദുർഗന്ധം സൃഷ്ടിക്കുന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.